മാർച്ച് 27-ന് പുറത്തിറങ്ങിയ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ എന്ന ചിത്രത്തിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലിലും എല്ലാം വളരെയധികം വിമർശനങ്ങളും കോൺട്രവേഴ്സിയിലും പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരുടെയും സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഇവിടെ ശ്രമിക്കുന്നത്. ജനറലായിട്ട് പറയുമ്പോൾ ഏതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡൻസിന് റിസംബ്ലൻസ് ഉള്ള പല കാര്യങ്ങളും അവർ റെഫറൻസ് പറഞ്ഞെന്നിരിക്കാം. എന്നാലും ഈ ഒരു ചിത്രത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഈ ഒരു കോൺട്രവേഴ്സി സിനിമയെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് പറയുമ്പോൾ അതിൽ ചില പോർഷൻസ് സിനിമയിൽ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ ടീമും അതിൻ്റെ മേക്കേഴ്സും എല്ലാം പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതലും ആൾക്കാർക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സിനിമയിൽ എന്താണ് കാണിച്ചിരുന്നത് എന്നുള്ളത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒരു ക്യൂരിയോസിറ്റിയും കൂടുതലായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിലും സിനിമയ്ക്ക് അത് മോശമായിട്ട് ഭാവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ ഇത്രയും ദിവസത്തെ കളക്ഷനിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ തന്നെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അവർ കളക്ഷൻ റെക്കോർഡ്സൊന്നും ഫൈനലായിട്ടൊന്നും പുറത്ത് വിട്ടിട്ടില്ല എങ്കിൽ പോലും 100 crores ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത്രയും ഒരു ദിവസത്തെ കളക്ഷനും ഇത്രയധികം സ്ക്രീനിലും അത് പ്രദർശനം ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല മികച്ചൊരു റവന്യൂ തന്നെ അതിൻ്റെ അത് ജനറേറ്റ് ആയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും മോശമാണ് എന്നല്ല പറഞ്ഞത്. ന്യൂസ് ചാനലിലൊക്കെ ഇത്രയും ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് ഒരു ന്യൂസും കാണിക്കാതെ സ്ഥിരം ഫുൾ ടൈം എമ്പുരാൻ എന്ന സിനിമയെ പറ്റിയുള്ള കഥയും അതിലെ കഥാപാത്രങ്ങളും അതിൻ്റെ സ്ക്രിപ്റ്റും അതിനകത്ത് പറ്റി തന്നെയുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളത് ഈ സിനിമയുടെ ടീമിന് തന്നെയാണ്. കാര്യം ഈ സിനിമയ്ക്ക് ആൾക്കാർ കൂടുതലും കാണാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.